അത് പഠിക്കാതെ വേറെന്ത് പഠിച്ചിട്ടും കാര്യമില്ല, അത് തിരിയാതെ വേറെന്ത് തിരിഞ്ഞിട്ടും കാര്യമില്ല. ആളുകൾക്കൊക്കെ ഇബ്രാഹിം ആകുന്ന ചെറുപ്പക്കാരൻ നാട്ടിലുണ്ടാക്കിയ കുഴപ്പം അതെല്ലായിടത്തും വീടുകളിൽ ചർച്ച, നാട്ടിൽ ചർച്ച, ആളുകൾ രണ്ടാൾ കൂടുമ്പോ ചർച്ച. ഇബ്രാഹിം പ്രശ്നക്കാരനാണ്, ഇബ്രാഹിം പ്രശ്നക്കാരനാണ്. നമ്മൾ വിളിച്ചു തേടുന്ന ജാറങ്ങൾ പറ്റൂല എന്നാണ് പറയുന്നത്. നമ്മൾ തേടുന്ന ഔലിയാക്കൾക്കൊന്നും ഒരു കഴിവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിളിക്കുന്ന നമ്മളെ ജാറങ്ങൾക്കൊന്നിനും കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇബ്രാഹിമിനെ ഇങ്ങനെ വിട്ടാ പറ്റൂല, ഇങ്ങനെ വിട്ടാ പറ്റൂല, ശരിയാക്കണം. ഇബ്രാഹിം ഇങ്ങനെ പോയാൽ നമ്മുടെ ജാറങ്ങളിലേക്ക് ആള് വരാതാവും. ഇബ്രാഹിം ഇങ്ങനെ ദഅവത്തും കൊണ്ട് മുമ്പോട്ട് പോയാൽ, ആളുകൾ ഇബ്രാഹിമിനെ പിൻപറ്റാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജാറത്തിലേക്ക് വരാൻ ആളെ കിട്ടാതെ പോകും. ജാറത്തിൽ ഈ കാണുന്ന ജനങ്ങൾ കൊണ്ടിടുന്ന പൈസ ഇല്ലാതാകും. ജാറത്തിന്റെ ബിസിനസ് അത് നഷ്ടത്തിലേക്ക് പോകും. നമ്മൾ പൈസ കൊടുത്തുണ്ടാക്കിയ വലിയ കുബ്ബകളുള്ള പള്ളികളും അതിനലങ്കരിച്ച ലൈറ്റുകളും എല്ലാം നഷ്ടത്തിലാകും. അതുകൊണ്ട് ഇബ്രാഹിമിനെ ഈ രൂപത്തിലേക്ക് വിടാൻ പാടില്ല. ആ നാട്ടുകാർ ചർച്ച ചെയ്തതാ, ആ നാട്ടുകാരുടെ ചർച്ച ഇന്നും ചർച്ച തന്നെയാ, ഇന്നും ചർച്ച തന്നെയാണ്. നമ്മളുടെ വരുമാനം അത് നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇബ്രാഹിമിനെ തടയണം. ഇബ്രാഹിമിന്റെ നാക്കിന് കൂച്ചു വിലങ്ങിടണം. ഇബ്രാഹിമിന്റെ പ്രബോധനത്തിന്റെ മുന്നേറ്റം അത് തടയണം എങ്ങനെയെങ്കിലും. നിങ്ങൾ ഇബ്രാഹിമിനെ കത്തിച്ച് കരിക്കണം, എന്നിട്ട് നിങ്ങളുടെ ജാറങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണം. വർത്താനം തീരുമാനം അതാണ്. നിങ്ങൾ ഇബ്രാഹിമിനെ എന്ത് ചെയ്യണം? കത്തിക്കണം. എന്താ ചെയ്യാൻ? നാട്ടുകാരൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരുത്തം പറഞ്ഞു, മുഫസ്സിരീങ്ങൾ ഇസ്രായേലിയാത്തിൽ പറയുന്നുണ്ട് അത് ആരാന്നുള്ളത്. ഇസ്രായേലിയാത്തിൽ താരീഖിൽ വന്ന ചരിത്രത്തിൽ വന്നതിനിടയിൽ പറഞ്ഞത് ആ അഭിപ്രായം പറഞ്ഞു, ഇബ്രാഹിമിനെ കരിക്കാം, നമുക്ക് കത്തിച്ചു കളയാം എന്നുള്ള അഭിപ്രായം പറഞ്ഞൊരുത്തനും, അവന്റെ പേരുണ്ട് തഫ്സീറിൽ. അത് പറയുന്നത് ആ മനുഷ്യനെ അള്ളാഹു ഭൂമിയെ കാഴ്ത്തിക്കളഞ്ഞു. പക്ഷെ സഹീഹല്ല, താരീഖിലുള്ളതാണ്. അങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിക്കാം. രാജകൊട്ടാരത്തിൽ തീരുമാനമായി, ഇബ്രാഹിമിനെ നമുക്ക് കത്തിച്ചു കളയാം, തീയിലിട്ട് കരിക്കാം. അതോടെ ഇബ്രാഹിം ആകുന്ന മുവഹിദ് ഇല്ലാതാകും. അതുകൊണ്ട് നമുക്ക് ജാറങ്ങളെ നമുക്ക് കൊഴുപ്പിക്കാം. അതിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് ചുറ്റുമുള്ള പലരും തൗഹീദി കൂട്ടായ്മക്കെതിരെ ശക്തമായ തീരുമാനങ്ങൾ, നീക്കങ്ങൾ. എന്തിനാണ്? ഇബ്രാഹീമുകൾ ഇല്ലാതാവണം. ഇബ്രാഹീമുകൾ ഇല്ലാതായാലേ നമ്രൂദുകൾക്ക് വളർച്ചയുള്ളൂ. മൂസമാരില്ലാതാവണം, അപ്പോഴേ ഫിർഔനുമാർക്ക് വളർച്ചയുള്ളൂ. മുഹമ്മദ്മാരില്ലാതാവണം, അപ്പോഴേ കിസ്രയും കൈസറും തകർത്ത് വളരുള്ളൂ, അവര് തഴച്ച് വളരുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ്മാരില്ലാതാകണം, ഉമർമാരില്ലാതാവണം, ഉസ്മാനുമാരും അലിമാരും അബൂബക്കർമാരും ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാവണം. നൂഹ്മാരില്ലാതാവണം, ഇബ്രാഹിമമാരില്ലാതാവണം. ഒരു കഴിവാടി നാറ് ഹേ നമ്രൂദ് ഹേ, നാറ് ഹേ, നാറ് ഹേ നമ്രൂദ് ഹേ, മൂസ നഹി ഹേ. ഇന്ന് നാറുണ്ട് നമ്രൂദും ഉണ്ട്, തീയുണ്ട് നമ്രൂദും ഉണ്ട്. മൂസ നഹി, ഇബ്രാഹിം നഹി ഹേ. നാറ് ഹേ നമ്രൂദ് ഹേ, ഇബ്രാഹിം നഹി ഹേ. ഇന്ന് ആ നമ്രൂദിനെ ചെറുക്കാൻ ഇന്ന് ഇബ്രാഹിം ഇല്ല. നൈൽ ഹേ ഫിർഔൻ ഹേ, മൂസ നഹി ഹേ. നൈൽ നദി ഇന്നുണ്ട്, അതേപോലെ ഫിർഔനുകളും ഇന്നുണ്ട്. പക്ഷേ അതിനെ ചെറുക്കാൻ ഒരു മൂസ ഇന്നില്ല. മൂസകൾ വേണം, ഇബ്രാഹിമുകൾ വേണം. അതിനെതിരാണ് ഇവര്. അങ്ങനെ തീരുമാനമായി ഇബ്രാഹിമിനെ പിടിച്ചു കെട്ടണം. നാട്ടുകാരെ മുഴുവനും ഇബ്രാഹിം ആകുന്ന വിപ്ലവ പോരാളിക്കെതിരെ. എന്താണ് വിപ്ലവം? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോടല്ലാതെ പ്രശ്നങ്ങൾ പറയരുത്. അന്നുണ്ടായിരുന്ന വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പൂജിക്കുന്നവരോട് പൂജ, നേർച്ച, സർവ്വതും അള്ളാഹ്ക്ക് മാത്രം. കാരണം ഈ പറയുന്ന വിഗ്രഹങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല, നിങ്ങളെ കേൾക്കൂല, കാണൂല, ഒന്നും ചെയ്യൂല. എല്ലാം കഴിവുള്ളവനായ അള്ളാഹ്, ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിയണം. അതാണ് ഇബ്രാഹിം നബിയുടെ വിപ്ലവം. അല്ലാണ്ട് വാളും കുന്തു കൊടുത്തിട്ടുള്ള വിപ്ലവം എന്നല്ല. അതിന്റെ ആവശ്യമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല.